ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CNN ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 7ാമത്തെ ചാപ്റ്ററായ വെബ് ഹോസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന്, അതേപോലെ എത്ര ടൈപ്പ് ഓഫ് ഉള്ള വെബ് ഹോസ്റ്റിംഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പെട്ടെന്ന് തന്നെ തീർക്കാവുന്ന ഒരു പോർഷനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻ്റായിട്ട് പോകുമ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്ക് സമയം ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എക്സാം ഓറിയൻ്റായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിപ്പോൾ വേറൊരു കോഴ്സ് അല്ലേ, ക്രാഷ് കോഴ്സ് ആയിട്ട് തന്നെയല്ല, എക്സാമിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ നമുക്കത് അനലൈസ് ചെയ്യാം. അത് അതിനുള്ള ടൈം ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ നമുക്ക് ഇന്ന് ഈ ക്രാഷ് കോഴ്സിനകത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പഠിച്ചു പോകണം. കാരണം ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് കൂടിയാണ്. നമുക്കൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്ന ഇതിനകത്ത് നിന്നും. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിരുന്നെങ്കിൽ മാത്രമേ നമ്മളുടെ തുടർന്നുള്ള വീഡിയോസ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ കോഴ്സ് ഇവിടെ +2ൻ്റെ കോഴ്സുകൾക്ക് നമ്മൾ തീരുന്നില്ല. ഹയർ എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് UG PG എല്ലാം നമ്മുടെ കോഴ്സിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം PGക്കും UGക്കും ഒക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഇപ്പം കൂടുതൽ വീഡിയോസ് ചെയ്യാനും അതേപോലെ തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് നൽകുക. ഓക്കെ, നമുക്ക് വെബ് ഹോസ്റ്റിംഗിലേക്ക് പോവാം. ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും ഒരിക്കലും പഠിക്കാതെ എക്സാമിന് പോവുകയും വരുത്. അപ്പം ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവാം. അപ്പം ഉറപ്പായിട്ടും നിങ്ങളിത് പഠിച്ചിട്ട് തന്നെ പോകണം. എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നറിയാം. എക്സാമിൻ്റെ തലേ ദിവസത്തേക്ക് വലിച്ചു വാരി വെച്ചിരിക്കില്ലേ. തരുന്ന ക്വസ്റ്റ്യൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് തരണം. ഞാൻ നിങ്ങൾക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരു പുതിയൊരു വ്യൂവറെ കിട്ടി. അരുൺ എന്നാണ് പേര്. അരുണിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഉള്ള അപ്ഡേഷൻസ് ആണ് അരുൺ പറയുന്നത്. എനിക്കതിന് എത്രത്തോളം കഴിയും എന്ന് എനിക്കറിയില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എന്നുള്ളത് എനിക്ക് ഷുവറായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് പഠിച്ചു തുടങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എയിം ചെയ്ത ആ 60 മാർക്ക് എന്നുള്ളത് നമ്മുടെ വെറും സ്വപ്നമായി മാത്രം മാറിയിട്ടേ ഉള്ളൂ. നമ്മുടെ സ്വപ്നമല്ല 60 മാർക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ എക്സാം ഷീറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് 60 മാർക്ക് ഉണ്ടാവുക എന്നുള്ള അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഓർക്കുമ്പോൾ തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു 60 മാർക്ക് ഉണ്ടെന്ന് പറയുന്നത് അത്രയും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല, ഒരിടത്തു നിന്നും കിട്ടാനില്ല. അപ്പം നിങ്ങളാണ് എനിക്ക് സന്തോഷം നൽകേണ്ടത്. അപ്പോൾ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആക്ച്വലി വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വെബ് പേജ്, എങ്ങനെയാണ് വെബ് പേജ് സേവ് ചെയ്യുന്നത്, അല്ല വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജുകളെ നമ്മൾ എവിടെയാണ് കാണുന്നത്, ഇതൊക്കെ എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്, അങ്ങനെയുള്ള ഏതാനും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയുകയുണ്ടായി അല്ലെ. അപ്പൊ ഈ വെബ് പേജുകൾ നമ്മുടെ സെർവറുകളിൽ നമ്മൾ സാധാരണയായിട്ട് വെബ് പേജുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സെർവറിനുള്ളില് വെബ് പേജുകളെ സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇവിടെ കുറച്ചും കൂടെ വെബ് ഹോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെബ് ഹോസ്റ്റിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെബ് പേജുകളൊക്കെ നമ്മളിങ്ങനെ വെബ് സെർവറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ വെബ് പേജുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഡേറ്റാബേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റാസിനെയൊക്കെ കൂടുതൽ ആക്സസ് ചെയ്യാനും അങ്ങനെയുള്ള കുറേയധികം ബെനിഫിറ്റ്സുകൾ നമുക്ക് എന്തുണ്ട് ഈ വെബ് ഹോസ്റ്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. അതായത് നമ്മൾ വെബ് പേജുകൾ വെബ് സെർവറിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് വെബ് പേജസ് ഓൺ എ സെർവർ ഈസ് കോൾഡ് വെബ് ഹോസ്റ്റിംഗ്. നിങ്ങൾക്കത് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഈ വെബ് ഹോസ്റ്റിംഗ് നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ്, അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, അതേപോലെ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് വെബ് ഹോസ്റ്റിംഗിന്റെ എത്ര തരം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആകെ 3 ഉള്ളൂ എന്നറിയാം. അത് ജസ്റ്റ് 1 മാർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ വെബ് ഹോസ്റ്റിംഗിന് നമുക്ക് ഫസ്റ്റ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്നും അതേപോലെ തന്നെ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്നും നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെർവർ ഈസ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്, ബാൻഡ്വിഡ്ത്ത് ഓഫ് സെർവർ ഈസ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിലധികം വെബ്സൈറ്റുകൾ നമ്മൾ ഒരു സെർവറിൽ പങ്കുവെക്കാം എന്നതാണ് എന്തെന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നിലധികം വെബ്സൈറ്റുകൾ ഒരു സെർവറിൽ, ഓക്കെ, ഒരു സെർവർ ഉണ്ടാവും, അതിൽ ഒന്നിലധികം, ഇതൊരു സെർവറാണ്, എന്ന് വിചാരിക്കാം, അല്ലെ. ഈ സെർവറിനകത്ത് എന്ത് ചെയ്യുക, ഒരുപാട് വെബ് പേജുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അതായത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് ഹോസ്റ്റിംഗ് അതായത് എന്ത് ചെയ്യുക, പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അവിടെ, അല്ലെ. ഇപ്പൊ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവറിനുള്ളിൽ ഒന്നിലധികം വെബ്സൈറ്റുകൾ, ഒരുപാട് വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത്രയും പഠിച്ചെഴുതാമല്ലോ. ഒരു സെർവറിനുള്ളിൽ തന്നെ ഒന്നിലധികം വെബ് പേജുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഷെയർഡ് ഹോസ്റ്റിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ്. അതായത് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെലവ് കുറവാണ്, അതേപോലെ തന്നെ ഈ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈറ്റുകളുടെയൊക്കെ എല്ലാവിധ സെക്യൂരിറ്റിയും നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് നമുക്ക് പറയാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാണ്, ഹോസ്റ്റ് അവിടെ ഷെയർ ചെയ്യാണ്, അല്ലെ. ഒരു സെർവർ നമ്മൾ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യണം. പക്ഷെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലി 1 പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ആയിരുന്നു, അതായത് ഒരുപാട് വെബ്സൈറ്റുകൾ, മോർ ദാൻ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ് ഒരു ഹോസ്റ്റ്, അല്ലെ. ഒരു സെർവർ മൾട്ടിപ്പിൾ പേഴ്സൺ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. അതാണെന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വേണ്ടി മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അതായത് ഒരു സെർവർ ഒരു വെബ്സൈറ്റിന് മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ. അതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇങ്ങനെ മൾട്ടിപ്പിൾ ആക്സസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഷെയർഡ് ഹോസ്റ്റിംഗ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അതിന്റെ ഹൈ ബാൻഡ് വിഡ്ത്തും അതിന്റെ സ്പീഡുമാണ്. ഓക്കെ, ഇത് ഷെയർഡ് ഹോസ്റ്റിംഗ് ലെസ് എക്സ്പെൻസീവ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്താണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സെർവറിനെ സ്വതന്ത്രമായ അതുപോലെ തന്നെ എന്താ പറയാ ഒരു സെർവറിനെ ചെറിയ സെർവറുകളായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതാണെന്ന് പറയുന്നത് DPS എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു ഷെയർഡ് സെർവർ ആണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ users feel that they are using a dedicated server. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ് ഷെയർഡ് സെർവർ ആണ്. ഓക്കെ, അതായത് ഒരു മോർ ദാൻ വെബ്സൈറ്റിന് ഒരു ഹോസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അത് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡെഡിക്കേറ്റഡ് സെർവർ ആണ് എന്നാണ്. അതായത് ഒരു ഹോസ്റ്റിന് ഒരു സെർവറേ ഉള്ളൂ എന്നൊരു ഫീലാണ് അവിടെ ഉണ്ടാവുക. ഇതാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സെർവറിനെ എന്ത് ചെയ്യുക, അത് പാർട്ടീഷൻ ചെയ്തിട്ട് മൾട്ടിപ്പിൾ സെർവർ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും ബൈ യൂസിങ് ദ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ. ഒരു വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ വെച്ച്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ഹോസ്റ്റ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഹോസ്റ്റിനെ എന്ത് ചെയ്യുക, പല പല സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരാൾക്കായിരിക്കും, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വേറൊരാൾക്കായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഷെയർഡ് ഹോസ്റ്റ് ആണ് എങ്കിലും ഇത് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തായിട്ടായിരിക്കും തോന്നുന്നത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് സെർവറിൽ വെബ് പേജുകളെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗിനെ നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്നും അതേപോലെ തന്നെ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്നും ഡിവൈഡ് ചെയ്യാം. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവറിൽ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സിനെ ഷെയർ ചെയ്യുന്നതാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ അതേപോലെ തന്നെ ഒരു കസ്റ്റമർ മാത്രം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് അവിടെ മൾട്ടിപ്പിൾ പേഴ്സൺ അല്ല വരുന്നത്. സെർവർ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരേ ഒരു വെബ്സൈറ്റിന് വേണ്ടി ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഹൈലി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് എങ്കിലും അത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എപ്പോഴും തോന്നുക അതൊരു ഡെഡിക്കേറ്റഡ് സെർവർ ആണ് എന്നാണ്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ സെർവറിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്, മൾട്ടിപ്പിൾ പാർട്ടീഷൻ ചെയ്ത് മൾട്ടിപ്പിൾ സെർവർ ആക്കി മാറ്റിയേക്കുവാണ്. അതുകൊണ്ടാണ് ആ സെർവർ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇതൊരു ഡെഡിക്കേറ്റഡ് സെർവർ ആണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമായി മാറ്റി വെച്ചിരിക്കുന്ന സെർവർ ആണ് എന്ന് തോന്നാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് 1 മാർക്കിനായാലും ചിലപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർഡ് ഹോസ്റ്റിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കണം. ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ CRT സിലബസ് അനുസരിച്ച് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇടണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചെങ്കിലേ മതിയാവത്തുള്ളൂ. ഓക്കെ, അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷെയർഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്താണ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത്. ഇതിനകത്ത്
server is shared by multiple customers. ഒരു സെർവർ ഉണ്ടായിരിക്കും. ആ സെർവറിൽ ഒന്നിലധികം വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് പറയാം. കസ്റ്റമേഴ്സ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഷെയർഡ് ഹോസ്റ്റിംഗ് അല്ലേ. അവിടെ ഒരു ഷെയർ നമ്മൾ ആ ഒരു ഹോസ്റ്റിനെ അവർ ഷെയർ ചെയ്യാണ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ ആയിരിക്കും. ആ സെർവർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഈ ഒരു സെർവർ വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതാണ് ഡെഡിക്കേറ്റഡ് സെർവർ. ഓക്കെ, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ only one customer. ഓക്കെ, ഇതിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗിൽ അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഈസ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആണ്. അതായത് അതിന്റെ ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ യൂസേഴ്സുമായിട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിനകത്ത് പറയുന്നത് വെരി ഹൈ ബാൻഡ് വിഡ്ത്തും ആണ്. അതേപോലെ തന്നെ സ്പീഡ് ലോയും ആണ്. എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇൻഎക്സ്പെൻസീവ് ആണ്. അതാണെന്ന് പഠിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ വിർച്വൽ പ്രൈവറ്റ് സെർവർ. എന്താണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന്? ഇപ്പൊ ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ഊഹം, ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് സ്വയമേ ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്ന ഒരു വെബ് ഹോസ്റ്റിംഗ്, ഒരു തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗ് ആണ്. വിർച്വൽ പ്രൈവറ്റ് സെർവറിലാണെങ്കിലും സെർവേഴ്സ് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിനായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. എങ്കിലും വിർച്വൽ പ്രൈവറ്റ് സെർവർ യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുക അതൊരു ഡെഡിക്കേറ്റഡ് സെർവർ എന്നാണ്. ഈ വിർച്വൽ പാർട്ടീഷൻസ് നമ്മൾ ഒരു വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അത് പാർട്ടീഷൻ ചെയ്യുന്നത്. ഇങ്ങനെ എഴുതിക്കൂടെ? 2 മാർക്ക് അവിടെ ഇപ്പൊ തന്നെ കിട്ടും. ഓക്കെ, അടുത്തത് ഷോർട്ട് നോട്ട് ഓൺ ഫ്രീ ഹോസ്റ്റിംഗ്. എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്നാണ് നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യ ഹോസ്റ്റിംഗ് അല്ലെ. പണം ഈടാക്കാതെ വെബ്സൈറ്റുകൾ തുടങ്ങാൻ അവസരം നൽകുന്നു. അതാണ് എന്തെന്ന് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഒക്കെ തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റുകൾ നമുക്ക് തുടങ്ങാം. അത് നമുക്ക് ചെയ്തു തരാനുള്ള വെബ്സൈറ്റുകൾ നമുക്ക് നിലവിൽ ഉണ്ടതാണ്. ഇപ്പൊ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് അലോസ് us വെബ് ഹോസ്റ്റിംഗ് ഫ്രീ. അതായത് നമുക്ക് പൈസ മുടക്കൊന്നുമില്ലാതെ നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഫോണിലാണെങ്കിലും ഇപ്പൊ ഒരു വീഡിയോ കട്ടർ എടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യാം, അത് പണം അടച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫുള്ളായിട്ടുള്ള എന്താ പറയാ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ അല്ലെ. എല്ലാവിധ കാര്യങ്ങളും നമുക്ക് അതിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ പണം എടുക്കാതെ ഫ്രീ ആയിട്ടാണ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്കോ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ തന്നെയും അവർക്ക് അതിൻ്റെ വാട്ടർമാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ഈ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. നമുക്ക് വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം അല്ലെ, അത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ഫെസിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞത് വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഫ്രീ ഹോസ്റ്റിംഗ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിക്കാർ എന്ത് ചെയ്യുന്നറിയോ, അതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചുമ്മാ വെറുതെ ഇട്ടോണ്ടേ ഇരിക്കും. അങ്ങനെയല്ലേ, നമ്മൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ തന്നെയും അഡ്വർടൈസ്മെന്റ് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതല്ലേ, എന്നാണ് ശരിക്കും ഫ്രീ ഹോസ്റ്റിംഗിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് വെച്ചിരുന്ന് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, അപ്പം ബോയ്സിനൊക്കെ ആണെങ്കിൽ എപ്പോഴും ആപ്ലിക്കേഷനെ കൊണ്ട് ഇരിക്കുന്നവരായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും നിങ്ങൾക്ക് ക്ലിക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ക്ലിയർ? അപ്പൊ നമ്മുടെ വെബ് ഹോസ്റ്റിംഗിന്റെ ആ ഒരു ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തു. വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞു, എത്ര തരം ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞു, ഓരോന്നും എന്താണെന്ന് നോക്കി നമ്മൾ വെബ് ഹോസ്റ്റിംഗും ക്ലിയർ ചെയ്തു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇപ്പൊ തന്നെ പഠിച്ചു കാണുമെന്ന് തോന്നുന്നു. അടുത്തിലേക്ക് നമുക്ക് പോവാം.
write the merits and demerits of free web hosting. Okay, അതായത് ഫ്രീ വെബ് ഹോസ്റ്റിംഗിന്റെ മെറിറ്റ്സും അതേപോലെ തന്നെ ഡീമെറിറ്റ്സും എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗുണങ്ങളും ദോഷങ്ങളും അല്ലെ. ഓൾമോസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോ വലിച്ചുവാരി പഠിച്ചില്ലെങ്കിലും ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഫ്രീ ഹോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് അല്ലെ. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ അതാണ് എൻ്റെ ഏറ്റവും വലിയ, നമുക്ക് പൈസ മുടക്കില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്റ്റ് ചെയ്യാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുക്കാതെ നമ്മൾ ഫ്രീ ഹോസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് അവർ അലോ ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കമ്പനിക്കാർ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അവരത് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അതും ഇതിന്റെ ഒരു വലിയൊരു ഡ്രോബാക്സ് ആണ് അല്ലെ. നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് എപ്പോഴും അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് റൈറ്റ് the type of web hosting that is most suitable. Okay, അതായത് താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റിംഗ് ഏതൊക്കെയാണെന്ന് നമ്മൾ തന്നെ സ്വയം എടുത്ത് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹോസ്റ്റിംഗ് എ സ്കൂൾ വെബ്സൈറ്റ് വിത്ത് ഡേറ്റാബേസ്. ഡേറ്റാബേസോട് കൂടിയിട്ടുള്ള അതായത് ഒരു ഹോസ്റ്റിംഗ്, ഒരു സ്കൂൾ വെബ്സൈറ്റ് നമ്മളുണ്ട്, അതിന്റെ എന്തുണ്ട്, വിത്ത് ഡേറ്റാബേസും ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഹോസ്റ്റിംഗ് ആണ്? ഷെയർഡ് ഹോസ്റ്റിംഗ് അല്ലെ. നമ്മളവിടെ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാണ് അല്ലെ, ഷെയർ ചെയ്യുന്നില്ലേ, ആണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. അടുത്തതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫേമിന് വേണ്ടിയിട്ട്. ഓക്കെ, ആസ് എ വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എ വെബ്സൈറ്റ് ഫോർ എ ഫേം, ഏതെങ്കിലും ഒരു ഫേമിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആയിരിക്കും. അത് ആ പർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ഒരു ഹോസ്റ്റിംഗ് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഫോർ ക്രിയേറ്റിംഗ് എ ബ്ലോഗ് ടു ഷെയർ പിക്ചേഴ്സ് ആൻഡ് പോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും പിക്ചേഴ്സും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് വിർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കയറി നമ്മൾ ഹോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് തോന്നാറുണ്ട്. പക്ഷെ ആക്ച്വലി അത് നമ്മൾ മാത്രമല്ല, അത് മൾട്ടിപ്പിൾ പേഴ്സൺസ് അത് യൂസ് ചെയ്യുന്നതായിട്ട്. ഓക്കെ, അടുത്തത് ഫോർ ക്രിയേറ്റിംഗ് എ ലോ കോസ്റ്റ് പേഴ്സണൽ വെബ്സൈറ്റ് വിത്ത് യുണീക്ക് ഡൊമൈൻ നെയിം, അതെന്ന് പറയുന്നത് എന്താണ്, ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്നുള്ളത്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ ഈ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് പോകരുത് കേട്ടോ. അത് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്, റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈസ് എ വേ ഓഫ് ഡിസൈനിങ് വെബ് പേജസ് ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസ് to the different sized devices such as desktop, laptop, tablet, mobile phones, etc. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഏത് പ്ലാറ്റ്ഫോം എടുത്താലും അതിലെല്ലാം ആ സൈറ്റ് റൺ ആവും. ഓക്കെ, അതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ എന്താ ഇപ്പൊ പറയാ, അതിപ്പോ നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തു എന്ന് വിചാരിക്കുക. ആ ഗൂഗിൾ ക്രോം എടുത്തു കഴിഞ്ഞാലും അത് ഫോണിലും അലൗഡ് ആണ്, അതേപോലെ തന്നെ ലാപ്ടോപ്പിന്റെ പ്ലാറ്റ്ഫോമിലും അത് ഓക്കെ ആണ് അല്ലെ. അപ്പൊ മൊബൈൽ പ്ലാറ്റ്ഫോമിലായാലും അത് വർക്കിംഗ് ആണ്, അതേപോലെ തന്നെ ലാപ്ന്റെ പ്ലാറ്റ്ഫോമിലായാലും അത് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും നമ്മൾ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മൊബൈൽ അത് ഡെസ്ക്ടോപ്പ് സൈറ്റിലെ ആ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ലാപ്ടോപ്പിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് മൊബൈലിലും കാണാനായിട്ട് കഴിയും ഇല്ലേ.
നിങ്ങളതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞത്. ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ എന്തെടുത്താലും, എന്ത് ആപ്ലിക്കേഷൻസ് എടുത്താലും അല്ലെങ്കിൽ എന്ത് വെബ്സൈറ്റ് എടുത്താലും ശരി, അത് ഡെസ്ക്ടോപ്പിന്റെ പ്ലാറ്റ്ഫോമിലായാലും ശരി, അതുപോലെ തന്നെ ടാബ്ലറ്റ് ആയാലും ഫോൺ ആയാലും അതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമിൽ അത് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കത് നിൽക്കുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് പാക്കേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ മൾട്ടിനാഷണൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്. അതിൻ്റെ 2 അഡ്വാൻറ്റേജസും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കുറേ ഹോസ്റ്റിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളൊരു മൾട്ടിനാഷണൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ്, അതൊരു യുണീക്ക് പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ അതിൻ്റെ ഹൈ ബാൻഡ് വിഡ്ത്തും അതേപോലെ തന്നെ ഹൈ സെക്യൂരിറ്റിയും നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിൻ്റെ കാര്യമായിട്ട് ഓർത്തിരുന്നോണം. ഓക്കെ, ക്ലിയർ? അടുത്തത്, what is the need of registering a domain name for a website? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻസ് അങ്ങനെയും ചോദിക്കാം. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ, അമൃത വാണ്ട്സ് ടു ഗെറ്റ് ദ നെയിം www.smartproducts.com for her newly designed website, how it's possible? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഡൊമൈൻ നെയിം, അത് നമുക്ക് ഡൊമൈൻ നെയിം നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു സൈറ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത്, നമ്മുടെ ഡൊമൈൻ നെയിമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അതായത് ഡൊമൈൻ നെയിം ഈസ് യൂസ്ഡ് ടു, എന്തിനാ ഡൊമൈൻ നെയിം യൂസ് ചെയ്യുന്നത്, ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ വെബ്സൈറ്റ് യുണീക്ലി ഓവർ ദ ഇന്റർനെറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൊമൈൻ നെയിം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റ് എന്താ ഇന്റർനെറ്റിൽ ഒരു യുണീക്ക് ആയിട്ടുണ്ട് എന്നുള്ളതിനുള്ള രീതിയിലാണ് നമ്മൾ നെയിം കണ്ടുപിടിക്കുന്നത് അല്ലെ, അതൊരു നെയിം ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, വൺസ് വി രജിസ്റ്റേർഡ് എ ഡൊമൈൻ നെയിം ഫോർ അവർ വെബ്സൈറ്റ്, ദിസ് ഡൊമൈൻ നെയിം കുഡ് നോട്ട് യൂസ് ബൈ അതേഴ്സ് വെബ്സൈറ്റ് അല്ലെ. നമ്മളൊരു പേര്, നമ്മളൊരു ഡൊമൈൻ നെയിമിന് വേണ്ടിയിട്ട് നമ്മളൊരു പേര് ചൂസ് ചെയ്ത് നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിം എന്ന് പറയുന്നത് വേറൊരു വ്യക്തിക്കും അത് യൂസ് ചെയ്യാൻ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് എ യുണീക് ഡൊമൈൻ നെയിം ഫോർ അവർ വെബ്സൈറ്റ്. Check if the selected domain name is available. If available, then purchase the domain from domain name services providers. അതായത് നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ നെയിം നമ്മൾ യുണീക്ക് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയട്ടെ, വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ മെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ യൂസർ നെയിം ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. ഈ പേര് കൊടുക്കാൻ നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ ആ പേര് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പം അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മളൊരു ഡൊമൈൻ നെയിം നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് ആ ഡൊമൈൻ നെയിം അത് ചെക്ക് ചെയ്യും, വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഡൊമൈൻ നെയിം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കാറുണ്ട്. ഇനി അങ്ങനെയൊന്നും എവിടെയും അങ്ങനത്തെ പേരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവൈലബിൾ ആണെന്ന് പറയും, നമുക്കത് ചൂസ് ചെയ്യാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഒരു തവണ ഡൊമൈൻ നെയിം നമ്മൾ രജിസ്റ്റർ ചെയ്താൽ വേറൊരു പേഴ്സൺ അത് വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് സെർവർ that acts as bridge between merchant server and bank server. ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെയൊക്കെ എക്സാമ്പിളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണ്, എന്താണ് ഡാഷ് ഈസ് എ സെർവർ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മെർച്ചന്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ. അതായത്
മെർച്ചന്റ് സെർവറിനും അതേപോലെ തന്നെ ബാങ്ക് സെർവറിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ഒരു സെർവർ ഉണ്ട്. ആ സെർവർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആ സെർവർ എന്താണ്? പേയ്മെന്റ് ഗേറ്റ്വേ. ഓക്കെ, പേയ്മെന്റ് ഗേറ്റ്വേ അത് മറക്കരുത്, അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അത് എന്താണ് പേയ്മെന്റ് ഗേറ്റ്വേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മർച്ചന്റ് സെർവറിനും അതേപോലെ തന്നെ ബാങ്ക് സെർവറിനും ഇടയിലുള്ള ഒരു പാലം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെർവർ ആണ് എന്ന് പറയുന്നത് ഈ പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ഓഡ് വൺ. നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒറ്റയാനെ കണ്ടെത്തണം. വേർഡ് പ്രസ് തന്നിട്ടുണ്ട്, ഫയൽസില്ല തന്നിട്ടുണ്ട്, ജൂംല തന്നിട്ടുണ്ട്, അടുത്ത് ട്രൂപാൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഒറ്റയാനായിട്ട് നിൽക്കുന്നത് ഫയൽസില്ലയാണ്. കാരണം ബാക്കി എല്ലാം എന്ന് പറയുന്നത് CMS ആണ്, അതായത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കിടക്കുന്നുണ്ടോ? വാട്ട് ഈസ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം? റൈറ്റ് എനി 2 പോപ്പുലർ CMS സോഫ്റ്റ്വെയർ. ഓക്കെ, എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം? ഏതെങ്കിലും 2 CMS സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര എഴുതിയാൽ മതിയാവും? അതായത് the CMS അല്ലെങ്കിൽ content management system is a web application which allows creating, publishing, editing and modifying websites. അതാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വെബ് പേജുകൾ നമുക്ക് നിർമ്മിക്കാനും അതേപോലെ മാറ്റം വരുത്താനും അതേപോലെ പ്രസിദ്ധീകരിക്കാനുമുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയറുകളാണ് എന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് തന്നെ വെബ് പേജുകളൊക്കെ നിർമ്മിക്കാം. നമ്മുടെ അനുസരണം നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പബ്ലിഷ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് എന്താ പറയുന്നത് CMS അല്ലെങ്കിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ജൂംലയാണ്, അതേപോലെ ട്രൂപാൽ ഉണ്ട്, അതേപോലെ തന്നെ വേർഡ് പ്രസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തെന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ജൂംല, ട്രൂപാൽ, ഈ 3 പേരുകളും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളാണ്. ഈ ജൂംല എന്താണെന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്ക് ഇത്ര എഴുതിയാൽ തന്നെ 3 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് അജിത് created a website using the software Joomla. What is the peculiarities of this software and write any 4 advantages of using this software. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതാ. ജൂംല സോഫ്റ്റ്വെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൂംല എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അല്ലെ. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമുക്ക് വെബ് പേജുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അതിനൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് ജൂംല എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ജൂംല സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ the CMS is a web application which allows creating, publishing, editing and modifying websites. അതൊക്കെ നമുക്ക് വെബ്സൈറ്റ്സിനെയൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ജൂംല നമുക്ക് യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചായിരുന്നോ? അജിത് ക്രിയേറ്റ് എ വെബ്സൈറ്റ് യൂസിങ് സോഫ്റ്റ്വെയർ ജൂംല. അജിത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഏത് സോഫ്റ്റ്വെയർ വഴിയാണ്? ജൂംല സോഫ്റ്റ്വെയർ വഴി. What is the peculiar of the software that write any 4 advantages of using the software? Okay, നമ്മൾ ഒരു 4 അഡ്വാൻറ്റേജസ് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജൂംല സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജൂംല സോഫ്റ്റ്വെയർ. അതൊരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ടെക്നിക്കൽ പീപ്പിൾ ക്യാൻ ഈസിലി ക്രിയേറ്റ് ആൻഡ് മാനേജ് വെബ്സൈറ്റ്സ് ആണ്. അതായത് ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ പോലും അറിയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ജൂംല സോഫ്റ്റ്വെയറിന്റെ ഒരു അഡ്വാൻറ്റേജസ്. രണ്ടാമതായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ CMS ബേസ്ഡ് സൈറ്റ്. നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിസൈൻ ചേഞ്ചസ് ആർ സിമ്പിൾ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സപ്പോർട്ട് ഫ്രം ലാർജ് CMS കമ്മ്യൂണിറ്റിയുടെ വലിയൊരു സപ്പോർട്ട് തന്നെയുള്ളതാണ് ഇതിന്റെ ജൂംല സോഫ്റ്റ്വെയർസിന്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി 2
ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. The companies that provide web hosting service is called web host. Okay. The companies that provide web hosting. അതായത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ വെബ് സെർവറിൽ വെബ്സൈറ്റുകളെ സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു സർവീസസിനെ പറയുന്ന പേരാണ് എന്ത്, വെബ് ഹോസ്റ്റ്. ഓക്കെ. അടുത്തത് ദ സർവീസ് ഓഫ് പ്രൊവൈഡിംഗ് സ്റ്റോറിംഗ് സ്പേസ് ഇൻ എ വെബ് സെർവർ ടു മേക്ക് എ വെബ്സൈറ്റ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ് ഈസ് കോൾഡ് ഡാഷ്. എന്താ അത്, ഡെഫിനറ്റ് ആയിട്ട് വെബ് ഹോസ്റ്റിംഗ് ആണ് അല്ലെ. അതായത് സ്റ്റോറിംഗ് സ്പേസ് ഇൻ വെബ് സെർവർ ടു മേക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ വെബ് ഹോസ്റ്റിംഗ് തന്നെയാണ്. അടുത്തെന്ന് പറയുന്നത് ചൂസ് ദ ഓഡ് വൺ. നമ്മൾ തന്നിരിക്കുന്നതിൽ നിന്ന് ഒരു ഓഡ് വണ്ണിനെ കണ്ടെത്താണ്. നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് തന്നിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് തന്നിട്ടുണ്ട്, ഡൊമൈൻ നെയിം സിസ്റ്റം തന്നിട്ടുണ്ട്, വിർച്വൽ പ്രൈവറ്റ് സെർവർ തന്നിട്ടുണ്ട് അല്ലെ. ഈ നമുക്ക് ഈ DNS ഡൊമൈൻ നെയിം സിസ്റ്റം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒറ്റയാൻ. ബാക്കി എല്ലാം എന്താണ്, വെബ് ഹോസ്റ്റിങ്ങിന് എക്സാമ്പിൾ ആണ് അല്ലെ. അടുത്തത് ഡാഷ് ഈസ് ദ സർവീസ് ഓഫ് പ്രൊവൈഡിംഗ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിംഗ് ദ വെബ് പേജസ് ഓഫ് വെബ്സൈറ്റ്സ് ഇൻ എ സെർവർ ഈസ് പോപ്പുലർലി ഈസ് നോൺ ആസ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് തന്നെയാണ്. വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. വെബ് സെർവറിൽ വെബ്സൈറ്റുകളെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. The companies that provide the web hosting services are called web host. നമ്മൾ അത് ഓൾറെഡി നോക്കി തന്നെയായിരുന്നു. ഓക്കെ. അടുത്തെന്ന് പറയുന്നത് CMS stands for Content Management System. അതേപോലെ തന്നെ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്തൻ മാർക്കോട്ട് ആണ്. അതേപോലെ ദ മെത്തേഡ് ഓഫ് ഫ്ലെക്സിബിൾ ഡിസൈനിങ് ഓഫ് വെബ് പേജസ് ടു suit the various type of screens is called എന്ന് പറഞ്ഞാൽ അതൊക്കെ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് ആണ്. റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് സ്യൂട്ടബിൾ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്. ഓക്കെ. ഇങ്ങനെയൊക്കെ തന്നാലും എന്തൊക്കെ തന്നെയാണ്, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് മെത്തേഡാണ്. അപ്പം ഇതൊക്കെ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. വെബ് ഹോസ്റ്റിംഗ് വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്, പക്ഷെ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. കണ്ടില്ലേ, ചോദിക്കുന്നത് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്നേ ഉള്ളൂ. 1 word മാർക്ക് കുറവാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. കൂടുതലും 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വെബ് ഹോസ്റ്റിംഗിന്റെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനിയും കളിച്ച് നടക്കാതിരിക്കുക. എനിക്കത് മാത്രമേ പറയുള്ളൂ. അത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം എനിക്ക് നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ COVID-19 ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങാതിരിക്കുന്നത് അല്ലേ. പക്ഷെ എന്നാലും നിങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നവരുണ്ട് അല്ലേ. ഇല്ലാന്ന് ഗേൾസ് ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ടാവും, പക്ഷെ ബോയ്സ് എല്ലാം ഇറങ്ങി നടക്കുന്നുണ്ടാവും. അത് ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം നല്ല രീതിയിൽ പഠിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. എല്ലാവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നല്ല മാർക്കോട് ജയിക്കണം. അപ്പോൾ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.